ഹലോ ഫ്രണ്ട്സ്, PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നോക്കിയതിൻ്റെ പാർട്ട് 2 നോക്കാം. അജണ്ട 21 എന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? ആഗോള സുസ്ഥിര വികസനം. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു ചേരുംപടി ചേർക്കാൻ. അപ്പം നമുക്ക് ചോദിച്ചിട്ടുണ്ടല്ലേ, മൗലികാവകാശങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? കോഡ് സസോച്ചു മസാമ്പ എന്തായിരുന്നു? സോ ചു മ സാംബ അല്ലേ? ഇതിൽ അപ്പോൾ സമത്വത്തിനുള്ള അവകാശമാണ് പറയണത് ഫസ്റ്റിലത്തെ. അപ്പം നമുക്ക് ഇതിൽ നോക്കാം. രണ്ടാമത്തെയാണ് സമത്വത്തിനുള്ള അവകാശം. അതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 14 മുതൽ 18 വരെയാണ് വകുപ്പ്. ഓപ്ഷൻ രണ്ടാമത്തെ സി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സോ അല്ലേ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അടുത്തത്. അപ്പം 18 ശേഷം 19 മുതൽ 22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ ഏതാ? ഡി. പിന്നെയോ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. സോച്ചു ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അത് ഏതാ? അടുത്ത വകുപ്പ് നോക്കുക. ചൂഷണം 23 to 24 വരെ. ഓപ്ഷൻ ഏതാ? ബി. പിന്നെയോ സാംസ്കാരികവും ആണ് കേട്ടോ. അപ്പോൾ സോ ചു പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് 25 മുതൽ 28 വരെ. അതിന് ശേഷമാണ് സാംസ്കാരികം വിദ്യാഭ്യാസപരമായ അവകാശം. പിന്നെയാണ് ഭരണഘടനാപരമായ പരിമിതിക്കുള്ള അവകാശം എന്ന്. അതിന് കോഡ് സസോച്ചു മസാമ്പ. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ കേട്ടോ. ഓപ്ഷൻ ഏതാ? 56ാമത്തെ ഓപ്ഷൻ എ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ഓപ്ഷൻ ബി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? നമുക്ക് നോക്കാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, അത് ഉൾപ്പെടും അല്ലേ? മൗലിക കർത്തവ്യമാണ്. അടുത്തതോ ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, അതും പെടും. പിന്നെയോ ശാസ്ത്ര വികസനം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, അതും പെടും. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാ? ഇവയെല്ലാം ശരിയാണ് അല്ലേ? ഓപ്ഷൻ ഏതാ? ഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ രാഷ്ട്രപതിയാണ് കേട്ടോ. ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അടുത്തത് നോക്കിയ താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ, അത് ശരിയാണല്ലേ? അടുത്തതോ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതും ശരിയാണ്. അടുത്തതോ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 അല്ല അല്ലേ? അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഏതൊക്കെയാണ് ശരി? 1 and 2. ഓപ്ഷൻ സി ആണ് ശരി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാ? ഫ്ലൂറിൻ അല്ലേ? ഓപ്ഷൻ സി 61ാമത്തെ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ അല്ലേ? അൽനിക്കോയിൽ ഏതൊക്കെയാണുള്ളത്? അലുമിനിയം, നിക്കൽ, പിന്നെ കൊബാൾട്ട് അല്ലേ? അതാണ് നമ്മൾ പഠിക്കുന്നത്. അൽനിക്കോ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണെന്ന്? ബേക്കലൈറ്റ് അല്ലേ? അത് നമ്മൾ തെർമോസെറ്റിംഗ് ആണ് പഠിക്കണ്ടല്ലോ അല്ലേ? തെർമോസെറ്റിംഗ് ആണ് ബേക്കലൈറ്റ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നെയ്ലോൺ. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലേ? ഓപ്ഷൻ ഏതാ? എ. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. ഏതാണ്? LPGയിലെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടൈൻ. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു. ഓപ്ഷൻ ഏതാ? എ. എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ട്ടോ. ഓപ്ഷൻ ഏതാ? സി ആണ്. ഏതാ? ബൊട്ടാണിക്കൽ ഗാർഡനും ജീൻ ബാങ്കൊക്കെ എക്സിറ്റീവ് ആണ്. നമ്മൾ ഇൻസിറ്റീവ് ആണ് ഈ ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവുകളെല്ലാം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗോൾജി കോംപ്ലക്സ് ആണ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഏതാ? ഗ്ലോബുലിൻ. തന്നിരിക്കുന്നവയിൽ മാംസത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാ? ലിപേസ് അല്ലേ? അത് നമ്മൾ പഠിക്കണ്ടല്ലോ. ജനിതക ഘടനയുമായി ബന്ധപ്പെട്ടതല്ലേ ഈ ലിപേസ് ഒക്കെ. അടുത്തത് പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. ത്വരണം. ഏതാ? പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം.
ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് നമുക്ക് നോക്കാം. സൗരോർജം പെടും, കാറ്റിൽ നിന്നുള്ള ഊർജം പെടും, അറ്റോമിക് റിയാക്ടറുകൾ പെടൂല, അതല്ല, സി പെടൂല. ഹൈഡ്രോ ഇലക്ട്രിക് പവറും പെടും. അപ്പോൾ ഓപ്ഷൻ ഏതാ? സി ട്ടോ. ഏതാ? ഓപ്ഷൻ സി ആണ് 74. അടുത്തത് 75. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക്. ഏതാ? അൾട്രാസോണിക്. അടുത്ത് നോക്കിയേ, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ നമുക്ക് നോക്കാം. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. അത് ശരിയാണ്. നമ്മളോട് ചോദിച്ചത് തെറ്റാണെന്നല്ലേ. നോക്കാം. അടുത്തത്, വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. തെറ്റാണ്, കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഓപ്ഷൻ ബി ആണ് തെറ്റ്. പിന്നെയോ, മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അത് ശരിയാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ? 76 ബി ആൻസർ. അടുത്ത് നോക്കാം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയുടെ കാരണം വൈറസാണ്. ശരിയാണ് അല്ലേ, നമുക്കറിയാം. അടുത്തതോ, ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗമാണ് അല്ലേ. ശരിയാണ്. എലിപ്പനിയും നമ്മൾ ക്ഷയമൊക്കെ പഠിക്കണ്ടല്ലോ, ബാക്ടീരിയ ആണെന്ന്. അത് ശരിയാണ്. അടുത്തതോ, ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗമാണോ? അല്ല അല്ലേ, അത് തെറ്റാണ്. സി, മൂന്നാമത്തെ തെറ്റാണ്. നാലാമത്തെ നോക്ക്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയയാണ്. അതും തെറ്റാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാ? 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ് അല്ലേ. ഓപ്ഷൻ നോക്കൂ, ഏതായിരിക്കും? എ അല്ലേ. നോക്ക്, 1, 2 ശരി, 3, 4 തെറ്റ്. ഓപ്ഷൻ ഏതാ? എ. അടുത്തത്, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തൽ അല്ലേ, നമ്മൾ പഠിക്കണ്ടല്ലോ. കുനിഞ്ഞാണ് ഈ മുയലുകൾ നിൽക്കുന്നത്. അപ്പോൾ ക്യൂണിക്കൾച്ചർ, മുയൽ വളർത്തൽ. ഓപ്ഷൻ ഏതാ? ബി. കൈക്കുഴ, കാൽക്കുഴ എന്നിവയിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? ഓപ്ഷൻ ഏതാ? കീലസന്ധി. ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്തത്, സിനാപ്സ് ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നോക്കാം. 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. ശരിയാണ്. ഒന്നാമത്തെ. രണ്ടാമത്തെ, പേശീകോശത്തിനും ന്യൂറോണുകൾക്കും ഇടയിൽ കാണപ്പെടുന്നു. അതും ശരിയാണ്. രണ്ടാമത്തെയും. അടുത്തതോ, 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നത് തെറ്റാണ്. അടുത്തതോ, 2 പേശീകോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു. അതും തെറ്റാണ്. അപ്പം നമ്മുടെ ആൻസർ ഏതാ? അപ്പോൾ ആൻസർ ഏതാ? സി ആണ് കേട്ടോ. 1ഉം 2ഉമാണ് ശരി. 80 ഓപ്ഷൻ സി ആണ്. അടുത്തത് മാത്സ് ആണ്. ആൻസർ മാത്രം പറഞ്ഞു പോവാം കേട്ടോ. 81 ഓപ്ഷൻ ഏതാ? ഡി ആണ്. 82 ഓപ്ഷൻ ഏതാ? ബി ആണ്. 83 ആൻസർ എ. 84 ആൻസർ സി ആണ്. 85 ആൻസർ ബി ആണ്. 86 ആൻസറും ബി ആണ്. 87 ആൻസർ സി ആണ്. 88 ആൻസർ എ ആണ്. 89 ആൻസർ ബി ആണ്. 90 ആൻസർ ബി ആണ്. 91 ആൻസർ എ ആണ്. 92 ആൻസർ എ ആണ്. 93 ആൻസറും എ ആണ്. 94 ആൻസർ സി. 95 ആൻസർ സി. 96 ആൻസർ എ. 97 ആൻസർ ഡി. 98 ആൻസർ ഡി. 99 ആൻസർ ബി. 100 ആൻസർ ബിയും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ എക്സാം സിമ്പിളാണ്, ടഫാണ് എന്നുള്ളത് നമ്മൾ എക്സാം ഹാളിലത്തെ ആ ഒരു മൈൻഡ് പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ കട്ട് ഓഫ് ഒന്നും അധികം ഒന്നും ഉയർന്നു വരില്ല എന്തായാലും. പിന്നെ നമ്മളിപ്പോൾ സിമ്പിളാണ് പറഞ്ഞിട്ടും എക്സാം ഹാളിൽ നമുക്ക് എങ്ങനെയാണോ ആ ഒരു മൈൻഡ് സെറ്റ് പോലെ ഉണ്ടാകും. പിന്നെ ഒരുപാട് കട്ട് ഓഫ് വരില്ല. പിന്നെ ഓരോ സ്റ്റേജിനും അതിൻ്റേതായ നോർമലൈസേഷനൊക്കെ കിട്ടും. പിന്നെ പേടിക്കണ്ട, ഒരുപാട് കട്ട് ഓഫ് ഒന്നും വരില്ല. അപ്പോൾ എന്തായാലും എക്സാം കഴിഞ്ഞവർ മെയിൻ എക്സാമിന് വേണ്ടി നന്നായിട്ടിരുന്ന് പഠിച്ചോളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്